ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ഷാനി. വെൽക്കം ബാക്ക് ടു ഡോക്ടർ ഷാനീസ് കിച്ചൻ. ഇന്ന് നമുക്ക് അടിപൊളി ഒരു അയലക്കറി അങ്ങ് ഉണ്ടാക്കാം. ഇപ്പോൾ അയലയൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്ന സമയമാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള അയല കിട്ടുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടൊരു മീൻകറി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. ഈ ഒരു മീൻകറി എന്ന് പറയുന്നത് നല്ല കൊഴുത്ത ചാറോട് കൂടിയുള്ളൊരു മീൻകറിയാണ്. ഒരുപാട് മീൻ റെസിപ്പീസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അയലക്കറി തന്നെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ഓൾറെഡി ചെയ്തതാണ്. അപ്പോൾ അത് ഒരുപാട് ആളുകൾ ട്രൈ ചെയ്ത് നോക്കി ഒത്തിരി നല്ല ഫീഡ്ബാക്ക്സ് തന്ന ഒരു വീഡിയോയിൽ കൂടെയാണ്. ഇന്ന് അയല വെച്ച് കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ കറി വെക്കുന്നതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ അയലയാണ് എടുത്തിരിക്കുന്നത്. അയല തലയും വാലൊക്കെ വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ചില ആളുകളൊക്കെ വെട്ടി കഴുകുന്ന സമയത്ത് അതിൻ്റെ കണ്ണൊക്കെ വെക്കാറുണ്ട്. അയലത്തല കറി വെച്ച് കഴിഞ്ഞാൽ അളിയനും കൊടുക്കില്ല, തന്നെ തിന്നുമെന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവരും പറയുന്നൊരു ചൊല്ലാണ്. പക്ഷേ ഞാനിവിടെ അതിൻ്റെ കണ്ണും തലയൊക്കെ കുറച്ച് ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് കളഞ്ഞു. എനിക്കതിൻ്റെ കണ്ണൊന്നും വെക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു രീതിയിലാണ് ഞാനിത് വെട്ടിയെടുത്തിരിക്കുന്നത്. ഈ ഒരു അയല മുഴുവനായിട്ട് ഇങ്ങനെ ഞാൻ എടുക്കുന്നില്ല. ഇതിനെ 2 പീസായിട്ട് നമുക്ക് ആദ്യമേ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ മീൻ ഞാൻ 2 പീസസായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് മീൻ ഇവിടെ മാറ്റി വയ്ക്കാം. നമുക്ക് ആദ്യമേ തന്നെ ഈ മീൻ കറി തയ്യാറാക്കുന്നതിന് മുമ്പ് അതിലേക്ക് വേണ്ട മസാലകളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇതിലേക്ക് വേണ്ട മസാലകളെന്ന് നോക്കാം. മീനിലേക്ക് ആവശ്യമായ മസാലകൾ മിക്സ് ചെയ്യുന്നതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ഒരു ബൗളിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 മുതൽ 1/4 ടീസ്പൂൺ വരെ നിങ്ങൾക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് മീൻ കറിക്ക് എരിവിനാവശ്യമായ എരിവുള്ള മുളക് പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അതുകൊണ്ട് ഞാനിവിടെ 1 ടീസ്പൂൺ മാത്രമാണ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന മുളക് പൊടിക്ക് അനുസരിച്ച് ഇതിലേക്ക് ചേർക്കുന്ന അളവിൽ വ്യത്യാസങ്ങൾ വരുത്താവുന്നതാണ്. നമ്മുടെ മീൻ കറിക്ക് നല്ല ഒരു കളറും അതുപോലെ ഗ്രേവിക്ക് നല്ല കൊഴുപ്പും കിട്ടുന്നതിന് ഞാനിവിടെ ഒരു 2.5 ടീസ്പൂണോളം കാശ്മീരി റെഡ് ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് അല്പമായിട്ട് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ബാച്ചിലർ സ്പെഷ്യൽ മീൻ കറി എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഒരുപാട് മീൻ കറിയുടെ റെസിപ്പീസ് ചെയ്ത സമയത്ത് പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കൾ ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു, കമൻറ്റ് ബോക്സിലൊക്കെ കമൻറ്റുകൾ ഇട്ടു, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലൊരു മീൻ കറി കാണിക്കാമോ എന്ന്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ മീൻ കറി തയ്യാറാക്കുന്ന ആളുകൾക്ക് നമ്മൾ മൺചട്ടിയിലൊക്കെ മീൻ കറി തയ്യാറാക്കുമ്പോൾ നല്ല ചൂടായിരിക്കും. ഫ്ലെയിം കുറച്ച് വെച്ചാൽ പോലും അതിലേക്ക് പെട്ടെന്ന് പൊടികൾ ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയാണ്. അതുകൊണ്ട് ആദ്യമേ തന്നെ കറിയിലേക്ക് വേണ്ട മസാലകൾ നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ചേർക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്രേവിക്ക് നല്ല ഒരു കൊഴുപ്പും കിട്ടും. അതോടൊപ്പം തന്നെ മസാല കരിഞ്ഞു പോകാതെ നല്ല കളറോട് കൂടി കിട്ടുകയും ചെയ്യും. നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നല്ല ഒരു തിക്ക് പേസ്റ്റായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ദാ നമ്മുടെ മസാലകളെല്ലാം ഞാനൊരല്പം വെള്ളം ചേർത്തിട്ട് ഇതുപോലെ തിക്ക് പേസ്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഇച്ചിരി ലൂസായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മീൻ കറിയിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് അരിഞ്ഞും ചതച്ചും ഒക്കെ എടുക്കാനുണ്ട്. അത് മറ്റൊന്നുമല്ല, ഞാനിവിടെ എരിവിനായിട്ട് 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമ്മൾ എരിവുള്ള മുളക് പൊടി 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് മുളകിൻ്റെ എണ്ണം ഒക്കെ തീരുമാനിക്കാം. അതുപോലെ മീഡിയം സൈസ് വലിപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ചെറിയ അല്ലി വെളുത്തുള്ളി ആയതുകൊണ്ട് ഞാനൊരു 10 അല്ലി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. അപ്പോൾ ഞാനിതിന് മുന്നേ ഒരു മീൻ കറിയുടെ വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് ഒരു 1/4 കിലോയോളം ചെറിയ ഉള്ളി അതിനകത്ത് ചേർത്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് കിട്ടുന്നതിനും ഗ്രേവിക്ക് നല്ല കൊഴുപ്പ് കിട്ടുന്നതിനും വേണ്ടിയാണ് അങ്ങനെ ചേർത്തത്. പക്ഷേ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ്, പ്രത്യേകിച്ച് പ്രവാസികളായിട്ടുള്ളവർ എന്നോട് പറഞ്ഞു, ചേച്ചി ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇതുപോലെ കുറേ ചെറിയ ഉള്ളിയൊക്കെ നന്നാക്കി പെട്ടെന്ന് മീൻ കറിയൊക്കെ തയ്യാറാക്കാൻ ബുദ്ധിമുട്ടാണെന്ന്. എനിക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. ജോലിക്കാർക്കൊക്കെ കുറച്ച് സമയം കിട്ടുമ്പോൾ ഇത്തരത്തിൽ ഒരുപാട് ഉള്ളിയൊക്കെ നന്നാക്കി ചെയ്യാനും പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന റെസിപ്പീസ് ആയിരിക്കും ഒരുപക്ഷെ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാനിവിടെ ഒരു 5-6 അല്ലി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഉള്ളി ഉണ്ടെങ്കിൽ അതിലേക്ക് ചേർക്കാം. ഒരുപാട് ചേർക്കണമെന്നൊന്നുമില്ല. ഈ രീതിയിൽ തയ്യാറാക്കിയാലും നിങ്ങൾക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കൊഴുത്ത ഗ്രേവിയോട് കൂടി തന്നെ മീൻകറി തയ്യാറാക്കാനായിട്ട് പറ്റും. ഇത് തികച്ചും ഓപ്ഷണലാണ്. ചെറിയ ഉള്ളി ചേർത്ത് കഴിയുമ്പോൾ എപ്പോഴും നമ്മുടെ മീൻകറിക്ക് നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് ഞാനിവിടെ ചേർക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ കല്ലിൽ വെച്ചൊന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ ദാ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ അരിഞ്ഞും ചതച്ചുമൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് മീൻകറി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് ഇന്ന് എടുത്തിട്ടുള്ളത്. മീൻകറി പോലുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള വിഭവങ്ങളൊക്കെ തയ്യാറാക്കുമ്പോൾ മൺചട്ടിയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്.
വെളിച്ചെണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കൊരു 1/4 ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് കടുക് ചേർത്ത് പൊട്ടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരല്പം കടുക് വേണമെങ്കിലും ചേർക്കാം. ഞാൻ പക്ഷേ ഇതിലേക്ക് ഉലുവയാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. ഉലുവ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില എത്ര ചേർക്കുന്നോ അത്രയും നല്ല ടേസ്റ്റാണ് മീൻ കറിക്ക്. ഇപ്പം നമുക്ക് ഒരല്പം കറിവേപ്പില കൈ കൊണ്ടൊന്ന് ഞെരടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകണ്ട. ഈ സമയത്ത് ഗ്യാസ് നന്നായിട്ട് കുറച്ച് വെക്കുക. അതിനുശേഷം നമ്മൾ ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു മസാല മിക്സ് ഉണ്ടല്ലോ, ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ പൊടികളുടെയൊക്കെ ഒരു പച്ച ടേസ്റ്റ് മാറുന്നത് വരെ നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമുക്ക് ഒരല്പം വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഈ പാത്രത്തിൽ നിന്ന് കഴുകി ഒഴിക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ മസാലയൊക്കെ ഞാനൊരു 2 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല പാകത്തിന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് തക്കാളിയുടെ പേസ്റ്റ് ചേർക്കണം. ഞാനിവിടെ മീഡിയം സൈസിലുള്ള നല്ല പഴുത്ത തക്കാളി ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുത്തതാണ്. നമ്മളിങ്ങനെ ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ മീൻ കറിയുടെ ഗ്രേവിക്ക് നല്ല കൊഴുപ്പ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത്. ഏകദേശം ഇതൊരു കപ്പുണ്ട്. നിങ്ങളുടെ കയ്യിൽ വലിയ തക്കാളിയാണെങ്കിൽ ഒരു തക്കാളി എടുത്താൽ മതിയാകും. ഇനി നമുക്ക് തക്കാളിയുടെ പച്ച ടേസ്റ്റ് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഗ്രേവി കാണുമ്പോഴേ മനസ്സിലാകും നല്ല തിക്കായിട്ട് നല്ലൊരു ക്രീമി ടെക്സ്ചറിലാണ് ഇതിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നല്ല കൊഴുപ്പോട് കൂടി നമുക്ക് മീൻകറി തയ്യാറാക്കാനായിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. തക്കാളി നന്നായിട്ട് മിക്സിയിൽ അരച്ചിട്ട് ചേർത്താൽ മതിയാകും. ഗ്രേവി നന്നായിട്ട് ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഇങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരല്പം കുടംപുളി ചേർത്ത് കൊടുക്കാം. ഞാൻ എപ്പോഴും മീൻകറി തയ്യാറാക്കുമ്പോൾ കുടംപുളി ഇട്ടാണ് തയ്യാറാക്കുന്നത്. ഞാനിതിലേക്ക് ഓൾറെഡി 3 ചുള കുടംപുളി നന്നായിട്ട് ചൂടുവെള്ളം ഉപയോഗിച്ചൊന്ന് കഴുകി അതിനുശേഷം കുറച്ച് വെള്ളം ചേർത്തൊന്ന് തിളപ്പിച്ചെടുത്തതാണ്. ആ വെള്ളത്തോട് കൂടി തന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു മീൻ കറിയിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1.5 ടീസ്പൂണോളം ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം കൂടെ നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റോളം ഇതൊന്ന് മൂടി വെച്ച് തിളപ്പിക്കാം. ഗ്രേവി നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇതാ നമ്മുടെ മീൻ കറി ഇവിടെ വെട്ടി തിളയ്ക്കുന്നുണ്ട്. നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം എടുത്ത് വെച്ചിരിക്കുന്ന മീനിൻ്റെ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം പതിയെ തവി ഉപയോഗിച്ച് ശ്രദ്ധിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഗ്രേവിയൊക്കെ എല്ലായിടത്തും എത്താൻ പാകത്തിന്. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് അടച്ചത് കുക്ക് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മാത്രം മതിയാകും. മീൻ വേവാൻ അധിക താമസമൊന്നുമില്ല. 15-20 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ മീൻ കറി റെഡിയാകും. നമ്മുടെ മീൻ കറി റെഡിയായോ എന്ന് നോക്കാം. ഇതാ നല്ല പാകത്തിന് തിളച്ച് ഗ്രേവിയൊക്കെ പാകത്തിനായിട്ട് വന്നിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് ലൂസായിട്ടാണ് എടുക്കുന്നത്. കാരണം കപ്പയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിന്നിവിടെ മീൻ കറി തയ്യാറാക്കുന്നത്. അപ്പോൾ കുറച്ച് ഗ്രേവി വേണം. അതുകൊണ്ട് ഞാൻ ഒരുപാട് കുറുക്കി എടുക്കുന്നില്ല. ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു മീൻ കറിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഫൈനലായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു നുള്ളു മാത്രം ഉലുവ വറുത്ത് പൊടിച്ചത് ചേർക്കുന്നുണ്ട്. ഇത് ഓൾറെഡി വറുത്ത് പൊടിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഉലുവ പൊട്ടിച്ചിട്ടുമുണ്ട്. ഉലുവ പൊടി ചേർക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഓവറായിട്ട് ചേർക്കരുത്, കാരണം കയ്പ്പരസം ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് ലാസ്റ്റ് ഒരു പിടി കറിവേപ്പില കൂടി ചേർത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കറിവേപ്പിലയുടെ തണ്ട് ഞാൻ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇതിലേക്ക് ഒരല്പം പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മൾ ഓൾറെഡി അത്യാവശ്യം വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിനി ഇത് താളിക്കുന്നൊന്നുമില്ല. നമുക്കിത് മൂടി വയ്ക്കാം. ഈ മീൻകറി കാണുമ്പോൾ ഒരു പക്ഷേ കുറച്ച് ലൂസായിട്ടിരിക്കുന്ന പോലെ ഇപ്പോൾ തോന്നുമെങ്കിലും ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം അതിൻ്റെ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് വരും. ഇപ്പോൾ ഞാനിത് രാത്രിയാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. തലേ ദിവസം രാത്രി തന്നെ നമ്മൾ മീൻകറി തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ രാവിലെ ആകുമ്പോഴേക്കും ആ മീൻ കഷ്ണങ്ങളിലേക്കൊക്കെ ഉപ്പും പുളിയും എരിവും ഒക്കെ നന്നായിട്ട് പിടിക്കും. മീൻകറി എന്ന് പറയുമ്പോൾ കുറച്ച് എരിവും പുളിയും ഒക്കെ ഉള്ളതാണ് എനിക്കിഷ്ടം. അപ്പോൾ ഞാനിതിൽ ചേർത്തിരിക്കുന്ന മുളകിൻ്റെ അളവിലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്താം. അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു മീൻകറിയാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക്സ് പറയാൻ മറക്കരുത്. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ കരുതുന്നു. ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല വീഡിയോസുമായി വരുന്നത് വരെ സ്റ്റേ ട്യൂൺ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ ബൈ.